Hello my dear students, welcome back. How are you? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഏറ്റവും അത്യാവശ്യമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. എല്ലാവരും തീർച്ചയായിട്ടും അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ടാവണം അല്ലേ? അത് ആ രീതിയിൽ തന്നെ പാലിക്കുക. കാരണം ഇപ്പോഴത്തെ നമ്മളുടെ കൊറോണയുടെ കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഇതൊരു മാർഗം മാത്രമേ ഉള്ളൂ അത് കുറയ്ക്കാനായിട്ട്, അല്ലാതെ വേറെ മാർഗ്ഗങ്ങളില്ല. ഇനിയും ഒരു ലോക്ക്ഡൗൺ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുക. അപ്പം വലിയ കാര്യമായിട്ടുള്ള ലോക്ക്ഡൗൺ ഇല്ലാതെ തന്നെ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് നമ്മളെ സേഫാക്കി, നമ്മളുടെ കുടുംബത്തിനെ സേഫാക്കി ഈ ഒരു മാരകമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ എത്രയും വേഗം തിരിച്ചു വരണം എന്നുള്ളൊരു ആകാംക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അതിൽ എല്ലാവരും തന്നെ സഹകരിക്കുമല്ലോ അല്ലേ? ഞാനും സഹകരിക്കുന്നുണ്ട്, നിങ്ങളും സഹകരിക്കുന്നുണ്ട്. എല്ലാവരും പരസ്പരം ഈ രീതിയിലുള്ള മനോഭാവത്തോടു കൂടി തന്നെ നമുക്ക് ഇരിക്കാം അല്ലേ, നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട്. എനിവേ, നമ്മളുടെ പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലിലെ 6ാമത്തെ സെഷനാണ് ഇന്ന് വരുന്നത്. ഇതിനു മുമ്പുള്ള സെഷൻസൊക്കെ 5 സെഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളതിലൊക്കെ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും അത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പഠന രീതി നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസം കൂടിയുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ പഠനം ഇനിയും കുറച്ച് കാലം കൂടി മുന്നോട്ട് പോകാനാണ് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ കോളേജിലൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ക്ലാസ്സിൽ കയറിയാലായി, ഇനി അഥവാ കയറിയാൽ തന്നെ ചിലപ്പോൾ ശ്രദ്ധിച്ചാലായി. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു വേവറിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ. സോ ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുന്ന സബ്ജക്റ്റും അതിന് അത്രമാത്രം പ്രസക്തിയുള്ളൊരു സബ്ജക്റ്റാണ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്. നമ്മളുടെ ഉള്ളിലുള്ള നമ്മളുടേതായിട്ടുള്ള സ്കിൽസ് അല്ലേ? അപ്പോൾ ആ സ്കിൽസൊക്കെ നമുക്ക് എത്രമാത്രം നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാം, അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ഒരു നല്ല സ്ഥാനത്തേക്ക് സ്വയം പര്യാപ്തി നേടാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ പഠനത്തിന് വലിയൊരു പങ്ക് തന്നെയുണ്ട്. പഠനവും നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സ്കില്ല് തന്നെയാണ്. നമ്മളുടെ ജീവിതയാത്രയിൽ നമ്മൾ ഒരുപാട് ബുക്സിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, അറിവ് നേടുന്നു. ഒരുപാട് എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ബുക്സിൽ നിന്നും ഒരു സബ്ജക്റ്റിൽ നിന്നും നമ്മുടെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ പഠിക്കുന്ന ഒരുപാട് പഠനങ്ങൾ, ഇതെല്ലാം നമ്മൾ ശരിയായ രീതിയിൽ അതിനെ മനസ്സിലാക്കി എടുത്താലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഇത് ഗുണമാവുള്ളൂ. അല്ലാതെ വെറുതെ ഒന്ന് കേട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് യാതൊരു രീതിയിലുള്ള ഗുണവും നൽകില്ല. അപ്പം ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ എടുക്കുക. ഇപ്പം നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്നും വലിയ പുതുമയുള്ള കാര്യങ്ങളില്ല. പക്ഷേ എങ്കിൽ തന്നെ നമ്മളിതൊരു സബ്ജക്റ്റായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പല അറിവിൻ്റെയും കുറേയൊക്കെ വ്യക്തതകൾ നമുക്ക് കൂടുതൽ കിട്ടുക ചെയ്യുന്നത്, അഡീഷണൽ ബെനിഫിറ്റ്സ് എന്നുള്ള രീതിയിൽ അല്ലേ? ഇപ്പം ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് ആർക്കാണ് അറിയാത്തത്? എല്ലാവർക്കും ഇമെയിലിനെ കുറിച്ച് അറിയാം. പക്ഷെ നമ്മളിവിടെ ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് ഓരോന്നും പറയുമ്പോൾ നമുക്ക് ആ ഇമെയിലിനെ കുറിച്ചുള്ള അറിവ് കുറച്ചുകൂടി മെച്ചപ്പെട്ട് കുറച്ചുകൂടി ക്ലാരിറ്റി അതിൽ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ചെറുതും വലുതുമായിട്ടുള്ള ബിസിനസ് കൺസേൺസിൽ ഇമെയിൽ യൂസ് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. നമ്മളുടെ എല്ലാ ബിസിനസ് കൺസേൺസിലും ഈ പറയുന്ന മെസ്സേജ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇമെയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു ചെറിയ ബിസിനസ് പോലും ഇമെയിൽ ഇല്ലാതെ സങ്കല്പിക്കാൻ നമുക്ക് ഈ കാലഘട്ടത്ത് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം കൂടി പറഞ്ഞു. അപ്പോൾ ഈ ഒരു ടെക്നോളജി കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. നമ്മളുടെ ഓർഗനൈസേഷൻസിൽ പ്രത്യേകിച്ചും ഒരുപാട് പേപ്പർ ഡോക്യുമെൻറ്റേഷൻസൊക്കെ ഇത് ഒഴിവാക്കി നമ്മളുടെ ഓഫീസുകളെയൊക്കെ പേപ്പർലെസ് ഓഫീസായിട്ട് മാറ്റാൻ ഇത് നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഒക്കെ ഉള്ള ഇമെയിലിന്, ഈ ടെക്നോളജിക്ക് അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളും ഉണ്ട്. അപ്പോൾ ആ പോരായ്മകളും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് നല്ലതാണ്. ഓക്കെ. അപ്പോൾ
അപ്പോൾ ഇന്ന് നമ്മളുടെ ഈ 6ാമത്തെ സെഷനിൽ നമ്മൾ ഈ രീതിയിൽ ഇമെയിലിൻ്റെ ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടാണ് തുടങ്ങുന്നത്. അത് പഠിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഡിസഡ്വാൻറ്റേജിൽ ആദ്യം പറയുന്നത് വൾണറബിലിറ്റി ടു ലോസ്. അതായത് നമുക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇമെയിലിൽ കൂടെ നമ്മൾ അയക്കുന്നതും അതുപോലെ റിസീവ് ചെയ്യുന്നതും ആവട്ടെ, അങ്ങനെയുള്ള മെസ്സേജും ഇൻഫർമേഷൻസൊക്കെ ഇമെയിലിൽ കൂടെ നമ്മൾ അയക്കുന്നതിന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ മാനുവലായിട്ട് സാധാരണ രീതിയിൽ നമ്മൾ ഓഫീസുകളിൽ പ്രത്യേകിച്ചും പ്രിൻ്റഡ് ആയിട്ടൊക്കെ പല ഇൻഫർമേഷൻസ് ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ ഫയൽ ചെയ്ത് വെക്കാറുണ്ട് അല്ലേ? ചിലപ്പോൾ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി കൊണ്ടൊക്കെ ഒരു വെള്ളപ്പൊക്കമോ ഒരു തീപിടുത്തമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇതൊക്കെ നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ പിന്നീട് നമുക്കതിൻ്റെ സോഫ്റ്റ് കോപ്പീസൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ അതൊക്കെ നമുക്ക് റിട്രീവ് ചെയ്യാം അല്ലേ? പക്ഷേ ഈ ഇമെയിലിൽ കൂടെ അയക്കുന്ന മെസ്സേജസ് ആൻഡ് ഇൻഫർമേഷൻസ് ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അത് എന്നേക്കുമായിട്ടാണ് നഷ്ടപ്പെടുന്നത്. അത് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ സെർവറിൻ്റെ ഹാർഡ് ഡ്രൈവിൻ്റെ ഒരു ക്രാഷ് സംഭവിച്ചാൽ നമ്മളുടെ എല്ലാ മെസ്സേജസും നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നമ്മളൊക്കെ ഇപ്പം ജിമെയിലല്ലേ അയക്കുന്നത്, എത്രയോ കാലങ്ങൾക്ക് മുന്നേ നമ്മൾ അയച്ചിട്ടുള്ള ഇമെയിൽ, നമുക്ക് കിട്ടിയിട്ടുള്ള ഇമെയിൽസൊക്കെ ഇപ്പോഴും നമ്മളുടെ മെയിലുണ്ടല്ലോ, പിന്നെ എവിടെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്? അവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മളൊക്കെ അയക്കുന്ന പേഴ്സണൽ മെയിൽസ് അത് ഇപ്പോൾ ജിമെയിലാകുമ്പോൾ ഗൂഗിൾ സെർവറിലാണ് സേവ് ചെയ്തേക്കുന്നത്. ഓക്കെ, അത് യൂണിവേഴ്സൽ സെർവറാണ്. അപ്പോൾ അത് നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയില്ല, കുറവാണ്. പക്ഷേ മിക്കവാറും ബിസിനസ് ഓർഗനൈസേഷൻസിലൊക്കെ അവരുടെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അത് അവർക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാവും, ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സിനോട് അനുബന്ധിച്ചിട്ടുള്ള ഇമെയിൽ അഡ്രസ്സാണ്. അപ്പം ഈ വെബ്സൈറ്റിനും ആ വെബ്സൈറ്റിനോടനുബന്ധിച്ചുള്ള ഇമെയിൽ അഡ്രസ്സിനൊക്കെ അവരുടെ സെർവറിൽ തന്നെയാണ് സ്പേസ് ഉണ്ടാവുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഗൂഗിൾ സെർവറെ പോലെയുള്ള ഒരു സെർവറിനെ ബിസിനസ് കൺസേൺസ് ആശ്രയിച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരുപാട് ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്കും കൂടി ആക്സസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഒരുപാട് പേര് അത് ഗ്രാബ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക കമ്പനീസും അവരുടെ സെർവറിൽ തന്നെയാണ് അവരുടെ വെബ്സൈറ്റിൻ്റെ ഇൻഫർമേഷൻസ്, ഇമെയിൽ ഇൻഫർമേഷൻസ് എല്ലാം സേവ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ അവരുടെ ഹാർഡ് ഡിസ്ക് വല്ലതും ക്രാഷ് ആയിക്കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻസ് മൊത്തം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് തിരിച്ചെടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഓർഗനൈസേഷൻസിലും ഇങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജ് മനസ്സിലാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യാറുണ്ട്, പീരിയോഡിക്കായിട്ട് അവിടുത്തെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സും എല്ലാം പീരിയോഡിക്കായിട്ട് എന്ത് ചെയ്യും, അവരുടെ ഈ വെബ്സൈറ്റിലൂടെയും അതുപോലെ ഇമെയിലിൽ കൂടെയൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻസ് അതെല്ലാം സേവ് ചെയ്ത് വെച്ചേക്കുന്ന സെർവറിൽ നിന്നും പീരിയോഡിക്കായിട്ട് ബാക്കപ്സ് എടുത്ത് വയ്ക്കും, ആ ഇൻഫർമേഷൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമുക്കത് നഷ്ടപ്പെടാനുള്ള സാധ്യത ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്, അതൊരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സസിബിൾ ടു അതേഴ്സ്. നമുക്ക് നമ്മൾ അയക്കുന്ന ഇമെയിൽ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്കാണല്ലോ അയക്കുക, സ്വാഭാവികമായിട്ട് അയാൾക്ക് മാത്രമേ അത് കിട്ടുള്ളൂ അല്ലേ? പക്ഷേ നമ്മളങ്ങനെ അയക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ആക്സസിബിലിറ്റി പലർക്കുമാണ് കിട്ടുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു മെസ്സേജ് അയച്ചു, ആ ഇമെയിൽ അഡ്രസ്സ് അറിയുന്ന വേറെ ആർക്കും അതിൻ്റെ പാസ്വേഡും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കൂടി അത് ഓപ്പൺ ചെയ്ത് ഞാൻ അയച്ച ഇൻഫർമേഷൻ നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയക്കുന്ന ഇമെയിലിന് പ്രൈവസി കുറവാണ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ചിലപ്പോൾ സപ്പോസ് നമ്മൾ അയക്കുമ്പോൾ എങ്ങാനും നമ്മൾ അയച്ച അഡ്രസ്സ്, നമ്മൾ ടൈപ്പ് ചെയ്ത അഡ്രസ്സ് ചെറുതായിട്ടൊന്ന് തെറ്റി, ആ തെറ്റിയ അഡ്രസ്സിൽ വേറൊരാളുണ്ടെന്നുണ്ട് വിചാരിക്കുക, നമ്മളപ്പോൾ അയക്കുന്ന ആ ഇമെയിൽ ആ തെറ്റിയ അഡ്രസ്സിൽ വേറൊരാൾക്ക് എത്തുകയും അയാൾ നമ്മളുടെ ഇൻഫർമേഷൻസ് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യും. അങ്ങനെയും പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇനി ഇതൊക്കെ കൂടാതെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇൻ്റർനെറ്റ് ഇതിൽ വരുന്ന ഹാക്കേഴ്സ് അല്ലേ? ഇൻ്റർനെറ്റ് ടെക്നോളജി വികസിക്കുന്നതോറും കൂടി ഹാക്കേഴ്സും വികസിക്കുകയാണ്. ഓക്കെ, ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ ലോകമെമ്പാടും
പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളതും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് പല മേഖലകളിൽ നിന്നും പിടിച്ചെടുത്ത് അതിനെ ദുർവിനിയോഗം ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. അവരാണ് ഹാക്കേഴ്സ് അല്ലേ. പ്രത്യേകിച്ചും വലിയ വലിയ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഇൻഫർമേഷൻസ്, അതുപോലെ നമ്മുടെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ്, ഇപ്പോൾ ഡിഫൻസിൽ മിലിറ്ററിയിലൊക്കെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസൊക്കെ ഈ ഹാക്കേഴ്സ് ഗ്രാബ് ചെയ്ത് അത് ചാരപ്പണിയായിട്ട് ഗ്രാബ് ചെയ്ത് അത് ദുർവിനിയോഗം ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു പരിധിവരെയൊക്കെ തടയാൻ പറ്റുന്നുള്ളൂ, അത് മുഴുവനായിട്ട് നമുക്ക് ഇല്ലാതാക്കി കളയാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഹാക്കേഴ്സും എന്ത് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ അയക്കുന്ന ഇൻഫർമേഷൻസ് അപ്പാടെ തന്നെ ഇവർ ആക്സസ് ചെയ്ത് നമ്മളുടെ ഇൻഫർമേഷൻസ് എല്ലാം മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആക്സസിബിലിറ്റി നമുക്ക് കുറയുക ചെയ്യുന്നത്. ആക്സസിബിലിറ്റി നമുക്ക് മറ്റുള്ളവർക്കും കൂടി ഇതായി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളുടെ ഇമെയിലിനുണ്ട്. ഓക്കെ, ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ളതും ഒരുപാട് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഈ രീതിയിൽ നമ്മൾ വിചാരിക്കും വളരെ കോൺഫിഡൻഷ്യൽ ആണെന്ന്, പക്ഷേ അത് ഈ രീതിയിലുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ലിമിറ്റേഷൻ ഡിസഡ്വാൻറ്റേജ് നമുക്ക് ഇമെയിലുണ്ടെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളുടെ ഇമെയിലിൻ്റെ ഡിസഡ്വാൻറ്റേജിൽ മൂന്നാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഇതാണ്: ഡിഫിക്കൾട്ട് ടു ഇൻ്റർപ്രറ്റ് ഇമോഷൻസ്. നമുക്ക് ഇമോഷൻസ് കൺവേ ചെയ്യാൻ ഇമെയിൽ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നത്. കാരണം മിക്കപ്പോഴും നമ്മൾ ഇമെയിൽസ് ഒരു കോൺവെർസേഷന് പോലെയാണ് അയക്കുന്നത്. വളരെ ക്വിക്കായിട്ട് തന്നെ ആ കോൺവെർസേഷൻസ് നമുക്ക് പാസ് ചെയ്യാണ്. പിന്നെ അത് മാത്രമല്ല, ആ കോൺവെർസേഷൻസിൽ ഒരുപാട് സ്ലാങ്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ പ്രത്യേകിച്ചും ഇമെയിൽ ഈ സെൻഡറും റിസീവറും തമ്മിൽ നേരിട്ട് കാണുന്നില്ല, അവരുടെ വോയിസും കേൾക്കുന്നില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ അവർ അയക്കുന്ന കോൺവെർസേഷൻ കൊണ്ട് നമുക്ക് നമ്മുടെ ഇമോഷൻസ് കറക്റ്റായിട്ട് അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അത് മിസ്റെപ്രസൻറ്റേഷനായിട്ട് പോവാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ആ ഒരു മെസ്സേജ് ഇമെയിലിൽ കൂടെ കിട്ടിയിട്ടുള്ളത് നമ്മളെ ഹേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇമോഷൻസ് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ ഈ ഇമെയിലിന് സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു ഡ്രോബാക്കാണ്. സപ്പോസ് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് കമ്പനിക്ക് ഒരു ഇമെയിൽ അയച്ചു, ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് അയച്ചത്. അയാൾ സ്വാഭാവികമായിട്ടും ഒരുപാട് സ്ലാങ് ഹാഷ് വേർഡ്സൊക്കെ ഉപയോഗിച്ച് അയാളത് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ കമ്പനിക്ക് മനസ്സിലായി അയാൾ ദേഷ്യത്തിലാണ്. ഓക്കെ, ഇപ്പം കസ്റ്റമർ എത്ര ദേഷ്യപ്പെട്ടാലും അവരെ ഒന്ന് കൺവിൻസ് ചെയ്യാനുള്ള ബാധ്യത നമ്മുടെ കമ്പനിക്കുണ്ട്. കാരണം നമുക്ക് എപ്പോഴും അവരെ ലോങ് റണ്ണിൽ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ നമ്മുടെ ഭാഗത്തുണ്ടായിട്ടുള്ള മിസ്റ്റേക്ക് ആവാം, പക്ഷേ അവരെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ തിരിച്ച് ഒരു ഇമെയിൽ വളരെയധികം സംയമനം പാലിച്ചുകൊണ്ടൊക്കെ നമ്മൾ അയക്കാമെന്ന് വിചാരിക്കുക. പക്ഷെ അപ്പോഴും നമ്മളുടെ കസ്റ്റമർ അവിടെ ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ മനോഭാവത്തിൽ നമ്മൾ എത്ര സംയമനത്തോട് കൂടിയിട്ടൊരു ഇമെയിൽ അയച്ചാലും അത് അയാൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കും ദേഷ്യമാണെന്നേ അയാൾക്ക് തോന്നുള്ളൂ. അപ്പോൾ അവിടെ ഇമോഷൻ കൺവേ ആവുന്നില്ല. സോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അതിപ്പോൾ ക്ലയൻറ്റും കസ്റ്റമറും മാത്രമല്ല, ഇപ്പം ഓർഗനൈസേഷൻ്റെ ഉള്ളിലായാലും ശരി, ഇങ്ങനെയുള്ള ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനിൽ ഇമോഷൻസിന് പ്രാധാന്യം ഒത്തിരിയുണ്ട്. അപ്പോൾ അങ്ങനെ ഇമോഷൻസ് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇറ്റ് ഈസ് നോട്ട് ബെറ്റർ ടു സെൻഡ് ഇമെയിൽ സെൻഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇമെയിൽ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഒരു ടെലഫോണിക് കോൺവെർസേഷനോ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് മീറ്റിലോ നമ്മൾ ഉദ്ദേശിക്കുന്ന മെസ്സേജ് കൺവേ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാണ് മൂന്നാമത്തെ ഒരു ഡിഫിക്കൽട്ടി പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസഡ്വാൻറ്റേജിൽ 3 ഇത് പറഞ്ഞു അല്ലേ. ഒന്ന്, നമുക്ക് നഷ്ടപ്പെടാനുള്ള സാഹചര്യം, നമ്മൾ ഇമെയിലിൽ കൂടെ അയക്കുന്ന മെസ്സേജസ് നഷ്ടപ്പെടാനും അതുപോലെ തന്നെ ഇൻഫർമേഷൻസൊക്കെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാനുള്ള സാഹചര്യം പറഞ്ഞു. പിന്നെ രണ്ടാമത്, നമ്മൾ അയക്കുന്ന ഇമെയിലിൻ്റെ ആക്സസിബിലിറ്റി
ഒരാൾക്കല്ലാതെ പലർക്കും വരാനുള്ള സാധ്യത അതും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇമെയിലിലെ കോൺഫിഡൻഷ്യാലിറ്റി കുറയാനുള്ള സാഹചര്യം. പിന്നെ മൂന്നാമത്തത്, ഇമെയിലിൽ കൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിനോടനുബന്ധിച്ചുള്ള ഇമോഷൻസ് നമുക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 3 ഡിസഡ്വാൻറ്റേജസ് ഇമെയിലിന് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഇമെയിൽ ബിസിനസ്സിലുള്ള സിഗ്നിഫിക്കൻസ്. എന്തൊക്കെ രീതിയിലാണ് ഇമെയിലിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ബിസിനസ്സിൽ വരുന്നത്? സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് സെയിമാണ്. അപ്പോൾ ആ രീതി നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഡേ ടു ഡേ ആയിട്ട് മില്യൺസ് ഓഫ് ഇമെയിൽസ് നമ്മുടെ ബിസിനസ് കൺസേണിൽ നമ്മൾ ഫോം ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇമെയിൽസ് സെൻഡ് ചെയ്തിട്ടും ഒരുപാട് ഇമെയിൽസ് റിസീവ് ചെയ്തിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ഇമെയിൽ ഫോർമേഷൻ നമ്മുടെ മോഡേൺ ബിസിനസ്സിൽ നടക്കുന്നത്. ഇപ്പം നോക്കുകയാണെങ്കിൽ കമ്പനീസ് ക്ലയൻസിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് മെയിൽസ് അയക്കുന്നു, തിരിച്ച് കസ്റ്റമേഴ്സ് കമ്പനീസിന് മെയിൽസ് അയക്കുന്നു, അതുപോലെ കമ്പനീസ് സപ്ലയേഴ്സിന് മെയിൽസ് അയക്കുന്നു, തിരിച്ച് സപ്ലയേഴ്സ് കമ്പനീസിന് മെയിൽസ് അയക്കുന്നു, എംപ്ലോയീസ് അവരുടെ മാനേജേഴ്സിന് മെയിൽസ് അയക്കുന്നു, തിരിച്ചും റിസീവ് ചെയ്യുന്നു, അതുപോലെ എംപ്ലോയീസ് അവരുടെ കോവർക്കേഴ്സിന് മെയിൽ അയക്കുന്നു, തിരിച്ച് അത് റിസീവ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഇമെയിൽസ് നമ്മളുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ ഇൻസൈഡ് ഔട്ട്സൈഡായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് എത്രമാത്രം പ്രാധാന്യം ഈ ഇമെയിൽ തരുന്നുണ്ടെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം പറയുന്നത് ഈസി ആൻഡ് ഫാസ്റ്റ്. നമുക്ക് ഉണ്ടാവുന്ന ഓരോ ഇൻഫർമേഷൻസ്, നമ്മൾ ഫോം ചെയ്തിട്ടുള്ള മെസ്സേജ് ലോകത്തെ എവിടെ ലൊക്കേറ്റ് ചെയ്ത ആൾക്ക് വേണമെങ്കിലും വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം നമുക്ക് അയക്കാനായിട്ട് ഇമെയിൽ നമ്മളെ സഹായിക്കുന്നതാണ്. വളരെ ഫാസ്റ്റായിട്ടും എന്നാൽ അതുപോലെ തന്നെ ഈസി ആയിട്ടും നമുക്ക് ഇമെയിലിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് പാസ് ചെയ്യാം, ഇറസ്പെക്റ്റീവ് ഓഫ് ടു ദ ലൊക്കേഷൻ ഓഫ് ദ പേഴ്സൺ. ലോകത്തെ എവിടെ വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, അയാളിരിക്കട്ടെ, അയാൾക്ക് നമുക്ക് ആ മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേർണലായിട്ട് ഈ രീതിയിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് സാധ്യമാണ്. മേക്കിംഗ് ഇറ്റ് ഫാസ്റ്റർ ആൻഡ് ഈസിയർ ടു ട്രാൻസ്മിറ്റ് ആൻഡ് സെൻഡ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ്. അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഈ രീതിയിൽ ഫാസ്റ്റായിട്ടും അതുപോലെ ഈസി ആയിട്ടും നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഇമെയിലിൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻസ് തന്നെയാണ്. അപ്പോൾ എന്താണ്, നമുക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പണ്ടത്തെ പോലെ സമയം എടുക്കുന്നില്ല, വളരെ ഫാസ്റ്റായിട്ടാണ്. അല്ലേ, പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ ഇതിപ്പം ഒരു 2 ജനറേഷൻ മുന്നേയൊക്കെയുള്ള സമയത്തൊക്കെ നോക്കുവാണെങ്കിൽ അവിടെയൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാനായിട്ട്, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് തന്നെ ഒരുപാട് സമയം എടുക്കുമായിരുന്നു. അല്ലേ, ഇപ്പോഴൊക്കെ നമുക്ക് അങ്ങനെയല്ല, വിത്തിൻ സെക്കൻഡ്സ് ആണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അല്ലേ, ഇപ്പം നോക്കൂ, ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും നമുക്ക് ആ സംഭവിച്ച അതേ സ്പോട്ടിൽ തന്നെ നമ്മൾ അറിയുകയാണ്, ബിക്കോസ് ഓഫ് ദിസ് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പോൾ അത്രയധികം നമ്മളുടെ ഇൻഫർമേഷൻ ടെക്നോളജി ഇവിടെ വികസിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമുക്ക് ഇമെയിലിൽ കൂടെ കാണുന്നത്. ഓക്കെ, ഇനി അടുത്ത സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഇപ്പം സിഗ്നിഫിക്കൻസ് ആണ് ഇമെയിലിൻ്റെ ബിസിനസ്സിലേക്കുള്ളത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഈസി ആൻഡ് ഫാസ്റ്റ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ദ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് റെലവൻറ്റ് ഇൻഫർമേഷൻ മേക്സ് എംപ്ലോയീസ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് മോർ എഫിഷ്യൻറ്റ് ആൻഡ് പ്രൊഡക്റ്റീവ്. ഇറ്റ് ഈസ് ഓൾസോ എനേബിൾസ് ക്വിക്ക് റെസ്പോൺസ് ടു എനി ഇഷ്യൂസ് ദാറ്റ് മേ അറൈസ്. അപ്പം നമ്മളുടെ ബിസിനസ്സിൽ പ്രത്യേകിച്ചും എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ നമുക്കത് അറിയിക്കേണ്ടവർ അറിയിക്കാനും അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനും നമുക്ക് ഇമെയിൽ ഉള്ളതുകൊണ്ട് ഒരുപാട് നമുക്ക് സഹായമാണ്. പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും ഫാസ്റ്റ് ആൻഡ് ഈസിയാണ്. പിന്നെ സെക്കൻഡ് തിങ്, ഈസി റിട്രീവൽ. നമുക്കിപ്പം ഇമെയിലിൽ കൂടെ നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജസ് ഓർ ഇൻഫർമേഷൻസ്, റിസീവ് ചെയ്യുന്ന മെസ്സേജസ് ഓർ ഇൻഫർമേഷൻസ് വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം നമുക്ക് റിട്രീവ് ചെയ്യാം. സപ്പോസ് ഇപ്പോൾ ഒരു മാസം മുന്നേ നമ്മൾ ഒരു ഇൻഫർമേഷൻ, ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അത് എന്താണെന്നുള്ളത് നമുക്ക് ആ ഡേറ്റ് വെച്ചോ സോർട്ട് ചെയ്ത് എടുക്കാം. സോ
ഇമെയിൽ മെസ്സേജസ് റിമെയിൻസ് ആസ് സച്ച് ഇൻ യൂസേഴ്സ് ഇൻബോക്സ് അല്ലേ. നമുക്കറിയാം നമ്മുടെ ഇൻബോക്സിലാണ് നമുക്ക് വന്നിട്ടുള്ള എല്ലാ ഇമെയിൽസും കിടക്കുക. അതുപോലെ സെൻഡ് ഇതിലാണ് ഫോൾഡറിലാണ് നമ്മൾ സെൻഡ് ചെയ്ത എല്ലാ മെസ്സേജും കിടക്കുക. സോ ഇൻബോക്സിൽ നമുക്ക് വന്ന എല്ലാ ഇമെയിൽസും അവിടെ തന്നെ ഉണ്ടാവും. സോ അൺലെസ് ഇറ്റ് ഈസ് ഡെലിബറേറ്റ്ലി ഡിലീറ്റഡ്. ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇമെയിൽ എടുത്ത് നോക്കും. അപ്പോൾ അതിൽ നമുക്ക് അത്രയും അൺവാണ്ടഡ് ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലും വല്ല പരസ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വല്ല ഓഫേഴ്സിൻ്റെ ഇതൊക്കെ മെയിൽസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയാത്ത പക്ഷം അതെല്ലാം നമ്മളുടെ ഇൻബോക്സിൽ അങ്ങനെ എന്നേക്കുമായിട്ട് തന്നെ ഉണ്ടാവും. So all type of email services provide a search facility and it will take only few seconds for tracking down a specific message. ഇല്ലേ, ഇപ്പം ഞാൻ ഇപ്പം പെട്ടെന്ന് ഇപ്പം എനിക്കൊരു അത്യാവശ്യം വന്നു. ഡിസംബർ 2019 ഡിസംബർ 22 ഞാൻ അയച്ച ഒരു ഇൻഫർമേഷൻ എനിക്ക് വേണമായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇമെയിലിൽ പോയിട്ട് സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഡേറ്റ് ഡിസംബർ 22 ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പം ആ ടൈമിൽ അയച്ചിട്ടുള്ള മെയിൽസ് നോക്കി എനിക്ക് ഞാൻ ഉദ്ദേശിച്ച മെയിൽ ആ മെസ്സേജ് എനിക്ക് പെട്ടെന്ന് തന്നെ വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഓൾ ടൈപ്പ് ഓഫ് ഇമെയിൽ സർവീസ് പ്രൊവൈഡ് സെർച്ച് ഫെസിലിറ്റി നമുക്ക് അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്തേക്കാണ്. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ഓൺലി ഫ്യൂ സെക്കൻഡ്സ് ഫോർ ട്രാക്കിംഗ് ഡൗൺ എ സ്പെസിഫിക് മെസ്സേജ് ഫ്രം ദ ഇൻബോക്സ്. സെർച്ചിങ് ഓഫ് ഇൻഫർമേഷൻ ഇൻ ഇമെയിൽ ഈസ് ക്വൈറ്റ് ഈസി ആൻഡ് എഫിഷ്യൻറ്റ് ദാൻ പ്രിൻറ്റഡ് ഡോക്യുമെൻറ്റ്സ് ഫയൽഡ് അവേ ഇൻ എ ഡ്രോവർ. അപ്പോൾ ഒരു ഫയലിൻ്റെ ഉള്ളിൽ നമ്മൾ ഇപ്പം ഒരുപാട് ഡോക്യുമെൻറ്റ്സ് പ്രിൻ്റ് ചെയ്ത് ഫയൽ ചെയ്ത് വെച്ചേക്കുന്നതിൽ നിന്നും ഒരു പഴയ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്തെടുക്കുന്നതിലും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഇമെയിലിൽ നിന്ന് എടുക്കാം. അതാണ് ഈസി റിട്രീവൽ. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അതിൽ നിന്ന് വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം നമുക്ക് അത് കണ്ടുപിടിക്കാം. അതാണ് ഈസി റിട്രീവൽ. പിന്നെ എക്കണോമിക്കലാണ്. എങ്ങനെയാണ് എക്കണോമിക്കൽ ആവുന്നത്? ഇമെയിൽ ഈസ് വൺ ഓഫ് ദ ചീപ്പസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോർ ബിസിനസ്. നമുക്ക് ബിസിനസ്സിന് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള വേ ആണ്. കാരണം ലോകത്തെ എമ്പാടും എവിടെ വേണമെങ്കിൽ നമുക്ക് ഇമെയിലിൽ കൂടെ മെസ്സേജ് അയക്കാം. Both internally and externally, small businesses can simply sign up for free email with providers such as Gmail, Yahoo, Hotmail. ഇപ്പോൾ ചെറിയ ബിസിനസ്സൊക്കെ ആകുമ്പോൾ അവർക്ക് ചിലപ്പോൾ വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ നോർമലി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ജിമെയിലോ യാഹൂ ഹോട്ട്മെയിലൊക്കെ എന്ത് ചെയ്യുന്നു, അവരൊരു ഫ്രീ ഇമെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കൂടെ ആയിരിക്കും മെയിൽസ് അയക്കുന്നത്. In the case of big companies, the overhead cost of maintaining a dedicated email server is relatively low. പക്ഷേ വലിയ ഓർഗനൈസേഷനിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഫോം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഇമെയിൽ സെർവർ ഫോം ചെയ്യും. അത് അവർക്ക് അവരുടെ ഓർഗനൈസേഷൻ്റെ വലുപ്പമനുസരിച്ച് നോക്കുമ്പോൾ അത് അത്ര വലിയ കോസ്റ്റ്ലി അല്ല. The cost difference is especially important when considering mass communication. Example, the cost of printing and delivering a set of marketing brochures or letter is many times that required to send the information through email. ഇപ്പോൾ നമ്മൾ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മീഡിയാസിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻസ് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇമെയിൽ ഈസ് ബെസ്റ്റ്. അത് കോസ്റ്റ് എഫക്റ്റീവാണ്, നമുക്ക് കോസ്റ്റ് ഇല്ല. ഇപ്പം നമ്മൾ ലൈക്ക് ഇപ്പോൾ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ബ്രോഷേഴ്സ് ഉണ്ടാക്കുന്നു, അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന എല്ലാ പ്രൊമോഷൻസ് കൂടെ നമ്മൾ കമ്മ്യൂണിക്കേഷനാണ് നടത്തുന്നത് അല്ലേ, ഒരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ് നടത്തുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷേ ഇമെയിലിൽ കൂടെ നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് മെസ്സേജസ് പാസ് ചെയ്യാം. ഓക്കെ, ഈവൻ നമുക്ക് പ്രൊമോഷൻസ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സും അല്ലേ, ഇപ്പം ന്യൂസ് ആഡ്സൊക്കെ നമുക്ക് അതിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ വളരെ എക്കണോമിക്കലാണ് നമ്മളുടെ ഇമെയിൽ അല്ലേ. അപ്പം ഇപ്പം 3 നമ്മൾ കണ്ടു അല്ലേ. ഈസിയാണ്, ഫാസ്റ്റാണ്, ഈസി റിട്രീവലാണ്, എക്കണോമിക്കലാണ് അല്ലേ. അപ്പോൾ ഈ ഹെഡിങ്സ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ ഉള്ളിൽ എഴുതേണ്ട കണ്ടൻറ്റ് ഇപ്പം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സിലായ രീതിയിൽ നിങ്ങളുടെ ഭാഷയിൽ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ എന്താ പറയണമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഇപ്പം നമ്മുടെ ഇമെയിലിൻ്റെ 3 സിഗ്നിഫിക്കൻസ് കണ്ടു അല്ലേ. ഒന്ന് വളരെ ഫാസ്റ്റ് ആൻഡ് ഈസിയാണ്. 2 ഈസി റിട്രീവൽ, നമുക്ക് ഇതിനു മുമ്പുള്ള എന്ത് മെസ്സേജ് ഇമെയിലിൽ കൂടെ അയച്ചതും റിസീവ് ചെയ്തിട്ടും ഉള്ളതായിട്ടുള്ള മെസ്സേജസ് നമുക്ക് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ റിട്രീവ് ചെയ്തെടുക്കാം. എല്ലാം നമ്മളുടെ ആ ഒരു ഇമെയിൽ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവും. ഓക്കെ,
പിന്നെ അത് കഴിഞ്ഞിട്ട് എക്കണോമിക്കലാണ് അല്ലേ. ഇപ്പം നമ്മൾ മാനുവലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡോക്യുമെൻറ്റേഷനിലെ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ ഇമെയിലിൽ നമ്മൾ ഈ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻഫർമേഷൻസ് വളരെ എക്കണോമിക്കലാണ് അല്ലേ. ഒരുപാട് ഫ്രീ സർവീസ് പ്രൊവൈഡേഴ്സ്, നമുക്ക് ഇമെയിൽ സർവീസ് പ്രൊവൈഡേഴ്സൊക്കെ ഒരുപാട് ഫ്രീ ആയിട്ടാണ് നമുക്ക് ഈ ഇമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇനോർമസ് ഇൻഫർമേഷൻസ് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ രീതിയിൽ എക്കണോമിക്കലാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഇമെയിൽ മാർക്കറ്റിങ്ങിന് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇപ്പം മിക്കവാറും മാർക്കറ്റിംഗ് കറസ്പോണ്ടൻസ് ഒക്കെ നമ്മൾ ഇമെയിലിൽ കൂടെയാണ് ചെയ്യുന്നത്. നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറേ കൂടി ഇഫക്റ്റീവാണ്, എക്കണോമിക്കലും കൂടിയാണ്. ഇപ്പം മാസ് കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ ഒത്തിരി എക്സ്പെൻസീവായിട്ട് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സും ന്യൂസ് പേപ്പർ ആഡ്സും TV ആഡ്സും റേഡിയോ ആഡ്സൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് ജനറലായിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പം എല്ലാ കസ്റ്റമേഴ്സും ചിലപ്പോൾ അത് എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചിലർ കണ്ടിട്ടുണ്ടാവും, ചിലർ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇമെയിൽ അങ്ങനെയല്ല. നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ, ആരുടെയൊക്കെ കസ്റ്റമറിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് 1-to-1 കമ്മ്യൂണിക്കേഷനായിട്ട് നമ്മളുടെ എല്ലാ മാർക്കറ്റിംഗ് കറസ്പോണ്ടൻസും അവർക്ക് ഓരോരുത്തർക്കും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇമെയിൽ ഓപ്പൺ ചെയ്യുന്ന ഏതൊരു കസ്റ്റമറും അത് കാണും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റിങ്ങിലെ ഒത്തിരി ഇഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കി തരുന്നത് ഇമെയിലാണ്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളുടെ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു മോളിൽ പോയി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി. അപ്പോൾ അവിടേക്ക് നമ്മൾ ചെന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഇപ്പം പ്രിവിലേജ് കാർഡ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇമെയിൽ അഡ്രസ്സും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള മാർക്കറ്റിംഗ് ഇൻഫർമേഷൻസ് നമ്മുടെ ഇമെയിലിൽ അയക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഒക്കെ വരുമ്പോൾ, സീസണൽ ഓഫേഴ്സൊക്കെ വരുമ്പോൾ അതിനുള്ള മെസ്സേജസ് നമുക്ക് ഇമെയിലായിട്ട് നമുക്ക് അയച്ചു തരാറുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം ഈ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇമെയിൽ യൂട്ടിലൈസേഷനാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഇപ്പോൾ നമ്മളുടെ മോഡേൺ ബിസിനസ്സിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മുടെ ഇമെയിലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനം തന്നെയാണ് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത് ഇപ്പോഴും നമ്മളുടെ പല ബിസിനസ്സിലും ഈ പറയുന്ന ഇമെയിൽസ്, പ്രത്യേകിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇമെയിൽസ് നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ എത്ര കസ്റ്റമേഴ്സ് ഉണ്ടായാലും ഓരോരുത്തരെയും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ ഇതിൽ പറ്റുന്നുണ്ട്. ഒരു മെസ്സേജ് തന്നെ നമുക്ക് കമ്പൈൻ ചെയ്ത് എല്ലാ കസ്റ്റമേഴ്സിനും അയക്കാം, പക്ഷെ അത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ടാണ് എത്തുക. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ശ്രദ്ധ വരുമ്പോൾ നമുക്ക് കുറേ കൂടി അതിന് ഇമ്പാക്റ്റ് കൂടുതലായിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, പിന്നെ നമ്മൾ ഈ പറയുന്ന ബിസിനസ് ടു ബിസിനസ്സിലും ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, നമുക്ക് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. ഇപ്പം നമ്മളുടെ ബിസിനസ് ആക്ടിവിറ്റി വേറൊരു ബിസിനസ്സിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് നമ്മൾ ഇൻഫർമേഷൻസ് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ ബിസിനസ് ടു ബിസിനസ് കറസ്പോണ്ടൻസിലും നമുക്ക് മാർക്കറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇമെയിലിൽ കൂടെ സാധ്യമാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പം ആ രീതിയിൽ നമുക്ക് ഇമെയിലിൻ്റെ ഒരുപാട് പ്രാധാന്യം ഈ സമയത്ത്, പ്രത്യേകിച്ച് ഈ മോഡേൺ എറയിൽ ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നൊരു കാര്യമാണ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, 1-to-1 കമ്മ്യൂണിക്കേഷൻ ഇമെയിലിൽ കൂടെ സാധ്യമാണെന്നുള്ളത് അല്ലേ. അപ്പോൾ അത് വളരെ പ്രൈവസിയോടുകൂടിയും കോൺഫിഡൻഷ്യാലിറ്റിയോടുകൂടി നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവും. ഇപ്പോൾ ഞാനൊരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെന്ന് വിചാരിക്കുക. എനിക്ക് എൻ്റെ ജോലി സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടായി, പക്ഷേ എനിക്ക് എൻ്റെ കൊളീഗ്സിനോടോ അല്ലെങ്കിൽ എൻ്റെ സൂപ്പർവൈസറിനോടോ അത് പറയാൻ താല്പര്യമില്ല. എനിക്ക് ആ കമ്പനിയുടെ HR മാനേജറെ അറിയിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ആ കമ്പനിയുടെ എനിക്ക് എൻ്റെ കമ്പനിയിൽ എൻ്റേതായിട്ടുള്ളൊരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവും എൻ്റെ പേരിൽ. അതുപോലെ തന്നെ HR മാനേജർക്കും ആളുടേതായിട്ടുള്ള പേരിൽ ആൾക്കും ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവും കമ്പനിയുടെ അഡ്രസ്സ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഓപ്പൺ ചെയ്ത്
HR മാനേജറുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് എൻ്റെ പ്രശ്നങ്ങൾ മെസ്സേജായിട്ട് അയക്കുകയാണ്. അപ്പോൾ അത് HR മാനേജറിലേക്ക് എത്തി. അപ്പോൾ HR മാനേജർ എന്ത് ചെയ്തു? അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒന്നില്ലെങ്കിൽ അതിൻ്റെ സജഷൻ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് റിപ്ലൈ ആയിട്ട് നമുക്ക് അയച്ചു തരികയോ, ഇനി അതല്ല നമുക്ക് ഒരു കോൺവെർസേഷനാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അതിനൊരു അപ്പോയിൻമെൻറ്റ് ടൈം ഫിക്സ് ചെയ്ത് അതിൻ്റെ ഡേറ്റും ടൈമും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള റിപ്ലൈയോ നമുക്ക് തരുന്നുണ്ടാവും. അപ്പോൾ അത് കോൺഫിഡൻഷ്യലാണ്, വേറെ ആരും അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരുപാട് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ വളരെ പ്രൈവസിയോട് കൂടിയിട്ട് നമുക്ക് ഇമെയിലിൽ കൂടെ ഫോം ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നോക്കൂ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പല ഡിഫറെൻറ്റ് ഏരിയ മാനേജേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഏരിയ മാനേജേഴ്സ് തമ്മിൽ അവരുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങൾ ഡിസ്കഷൻ നടത്തുന്നതും കോൺഫിഡൻഷ്യലായിട്ട് ഇമെയിലിൽ കൂടെയാണ്. അതുപോലെ ഇപ്പോൾ മാർക്കറ്റിംഗ് മാനേജറും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഇതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ഒരുപാട് കോൺഫിഡൻഷ്യാലിറ്റി പല ഡയമെൻഷൻസിലും നമ്മളുടെ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻസിനും അതുപോലെ തന്നെ എക്സ്റ്റേർണൽ കമ്മ്യൂണിക്കേഷൻസിനും നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതാണ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആറാമത് വരുന്ന ഒരു സിഗ്നിഫിക്കൻസ് സെക്യൂരിറ്റി ആസ്പെക്റ്റാണ്. നമ്മൾ നേരത്തെ ഡിസഡ്വാൻറ്റേജസിൽ പറഞ്ഞിരുന്നൊരു കാര്യം, കാരണം നമുക്കവിടെ നമ്മളുടെ ഇൻഫർമേഷൻസും മെസ്സേജും അത്ര സെക്യൂർഡ് അല്ല, ഒരുപാട് ഹാക്കേഴ്സും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുടെ കാര്യം പറഞ്ഞു. പക്ഷേ ഈ ഹാക്കേഴ്സൊക്കെ വരുമ്പോൾ തന്നെയും ഈ പറയുന്ന ഇമെയിൽ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ളവർ കുറേ കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സെക്യൂരിറ്റി ആസ്പെക്ട്സൊക്കെ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരു ഇമെയിൽ, ഇപ്പോൾ നമുക്ക് മൊബൈലിൽ കൂടെ ഇമെയിലൊക്കെ അയക്കാം എങ്കിൽ തന്നെയും നമ്മൾ സാധാരണ ഇമെയിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ PC-യിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് നമ്മൾ അയക്കുന്ന സമയത്ത്, ഇപ്പോൾ ജിമെയിലാണെങ്കിൽ നമ്മൾ ജിമെയിൽ ഓപ്പൺ ചെയ്തു, അതിൽ യൂസർ നെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു, ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മളുടെ ഇമെയിൽ അക്കൗണ്ട് ഓപ്പൺ ആവുക അല്ലേ. അപ്പോൾ ഈ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആ കുറച്ച് സമയം വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂസർ നെയിം പാസ്വേഡ് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി ആസ്പെക്റ്റിൽ ഇപ്പോൾ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ആക്സസ് ചെയ്യുന്ന സിസ്റ്റം ഏതാണെന്നും കൂടി ചെക്ക് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ID അതും കൂടി നോക്കിയിട്ടാണ് നമ്മളുടെ ഇമെയിൽ അക്കൗണ്ട് ഓപ്പൺ ആവുക. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ അയക്കുന്ന ആ സിസ്റ്റത്തിൽ നിന്ന് ID നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് അയക്കുന്നതാണെങ്കിൽ ഓക്കെ, ഓപ്പൺ ആവും. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ PC-യിൽ നിന്നോ ഓപ്പൺ ചെയ്യാതെ, ഇപ്പം ഞാൻ കോളേജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ സിസ്റ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ അവിടുത്തെ ലൈബ്രറിയുടെ സിസ്റ്റത്തിൽ നിന്നോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ഇപ്പം നിങ്ങളായാലും ചിലപ്പോൾ അങ്ങനെ ചെയ്തെന്നിരിക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ആ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ചെക്ക് ചെയ്തു, ഇനി സിസ്റ്റത്തിൻ്റെ ID ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരം ഓപ്പൺ ചെയ്യുന്ന ആ ID-യിൽ നിന്നല്ലാതെ വേറെ ID-യിൽ നിന്നാണെന്ന് വരുമ്പോൾ അലേർട്ടായി. ഓക്കെ, അപ്പോൾ നമ്മളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വരും, ഇങ്ങനെ നിങ്ങളുടെ ഇമെയിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും പ്രോസസ്സ് ഉണ്ടാവും, അത് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ അക്കൗണ്ട് ഓപ്പൺ ആവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും OTP നമ്പർ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ആക്സസ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സെക്യൂരിറ്റി ആസ്പെക്ട്സ് ഇപ്പോൾ കുറേ കൂടി ഫെമിലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, എന്താണ്, ചെറിയ ബിസിനസ്സുകളൊക്കെ പലതും അവർക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഇല്ലാത്ത ബിസിനസ് കൺസേൺസ് ഇതുപോലെ ജിമെയിലും ഹോട്ട്മെയിലിലും അതുപോലെ യാഹൂലൊക്കെ ആയിരിക്കും അവരുടെ കമ്പനി അഡ്രസ്സ് ജിമെയിൽസ് ഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനത്തെ സെക്യൂരിറ്റി ആസ്പെക്ട്സ് ഒരുപാട് ഉപകാരമുള്ളതാണ്. അവർക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് ഇല്ലെങ്കിൽ തന്നെയും അവരുടെ ഉള്ള ഇൻഫർമേഷൻസ് ഈ രീതിയിൽ അവർക്ക് സെക്യൂർ ആക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള സെക്യൂരിറ്റി ആസ്പെക്ട്സ് നമുക്ക് നമ്മുടെ ഇമെയിൽ പ്രൊവൈഡേഴ്സ് നമുക്കിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത് ആക്സസ് റെസ്ട്രിക്ഷൻ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, സോ അതും നമുക്ക് ഇവിടെ വളരെ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ 6 സിഗ്നിഫിക്കൻസ് കണ്ടു. ഒന്ന് വളരെ ഈസി ആൻഡ് ഫാസ്റ്റ്, സെക്കൻഡ് ഈസി റിട്രീവൽ, പിന്നെ എക്കണോമിക്കൽ, പിന്നെ മാർക്കറ്റിങ്ങിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു,
പിന്നെ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി എങ്ങനെ ഫോം ചെയ്യുന്നു, സെക്യൂരിറ്റി എങ്ങനെ ഫോം ചെയ്യുന്നു. ഇനി 3 സിഗ്നിഫിക്കൻസ് കൂടെ ഉണ്ട്. അത് അടുത്ത സ്ലൈഡിലാണ്, അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഓക്കെ. നമ്മളുടെ സിഗ്നിഫിക്കൻസിൽ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷന് ഒത്തിരിയധികം സഹായിക്കുന്നതാണ് ഇമെയിൽ. ഇപ്പം പണ്ടൊക്കെ ഈ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ അറ്റൻഡേഴ്സ് ഉണ്ടായിരുന്നു, അറ്റൻഡർമാർ അല്ലെങ്കിൽ ഓഫീസ് ബോയ്. ഇപ്പോൾ അങ്ങനെ കാണാറില്ല അധികം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ സെക്ഷനിൽ നിന്നും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ ഫയൽസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാനും പിടിക്കാനൊക്കെ ആയിരുന്നു അവർ ചെയ്തിരുന്ന ജോലി. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ആവശ്യം വരുന്നില്ല. കാരണം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായം ഉള്ളതുകൊണ്ട് അങ്ങനത്തെ തസ്തികകളിലുള്ള ആൾക്കാരുടെ എണ്ണം കുറയുകയാണ്. ചില റെയർ കേസിൽ മാത്രമേ അങ്ങനെയുള്ള ആൾക്കാരെ നിയമിക്കുന്നുള്ളൂ. അല്ലാതെ ഈ ഇൻറ്റേർണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെയും ഡിപ്പാർട്ട്മെൻറ്റ് വൈസോ അല്ലെങ്കിൽ ഓരോ ഡെസ്കിലുള്ള എംപ്ലോയീസ് തമ്മിലോ ഇൻറ്റേർണലി മെയിൽ അയച്ച് അവർക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താം. Okay, so email become the primary means of internal communication among organizations right from the beginning of its introduction. All employees within a company to this day are expected to use emails for formal conversation they need to have with any of their colleagues. Email is used for processing most work related requests. അപ്പോൾ ഒരുപാട് നമ്മളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ ഇൻറ്റേർണലായിട്ട് ഇമെയിലിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും തന്നെ കൈകാര്യം ചെയ്യുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് ഈ പറയുന്ന എംപ്ലോയീസ് ആയാലും ഓരോ സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങേണ്ട ആവശ്യമില്ല. അവർക്ക് ഇമെയിലിൽ കൂടെ തന്നെ കമ്മ്യൂണിക്കേഷൻ നടത്താം. ഇപ്പോൾ മാനേജറുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കണം, കാര്യങ്ങൾ പറയണം, ഇമെയിലിൽ കൂടെ അയച്ച് റിപ്ലൈ വരുത്താം. ഓക്കെ, അപ്പം എപ്പോഴും മാനേജറുടെ ക്യാബിനിൽ പോയി സംസാരിക്കുക അങ്ങനത്തെ ഒരു സാധ്യതകളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. അത്രയും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ നേരിട്ട് പോകാറുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഇമെയിലിൽ കൂടെ, പ്രത്യേകിച്ച് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഇമെയിലിൽ കൂടെ നമ്മൾ അയച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ നടത്തി എന്നുള്ള ഒരു ഉറപ്പും കൂടി അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മാനേജറുടെ അടുത്ത് പോയി ഡിസ്കസ് ചെയ്തു, പക്ഷേ തിരക്കിൻ്റെ ഇടയിൽ മാനേജർ അത് വിട്ടുപോയി. ഓക്കെ, പിന്നീട് നമ്മളത് റിമൈൻഡ് ചെയ്യിക്കുമ്പോൾ ചിലപ്പോൾ മാനേജർ നിങ്ങളത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കതിനുള്ള എവിഡൻസ് ഇല്ല, നമ്മളത് വെർബലി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ. പക്ഷേ ഇമെയിലാണെങ്കിൽ നമുക്കതെന്താണ്, നമുക്ക് അത് പറയാം അല്ലേ. അതായത് നമുക്ക് തെളിവുണ്ട്, നമ്മൾ ഇമെയിൽ അയച്ചു എന്നുള്ള തെളിവുണ്ട്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാം, ഞാൻ ഇന്ന സമയത്ത് നിങ്ങൾക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയതാണ്, അപ്പോൾ എവിഡൻസ് ഉണ്ട് അത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് കുറേ കൂടി കൃത്യമായിട്ട് പെർഫെക്ഷനോട് കൂടിയിട്ട് ചെയ്യാൻ നമുക്ക് ഇമെയിൽ ഒത്തിരി സഹായിക്കുന്നതാണ്. അതുമാത്രമല്ല, ഇതിൽ വേറൊരു ആസ്പെക്റ്റ് കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മളുടെ ഒരു വർക്ക് പ്ലേസിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് കൊലീഗ്സ് ഉണ്ടാവും. ചിലപ്പം നമുക്ക് എല്ലാ കൊലീഗ്സുമായിട്ട് ഒത്തൊരുമിച്ച് ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, ചില കൊലീഗ്സായിട്ട് നല്ല ഫ്രീക്വൻസിയിലും ചില കൊലീഗ്സായിട്ട് അത്രയും നമ്മൾ ഫ്രീക്വൻസിയിലായിരിക്കില്ല. അത് നമ്മൾ പേഴ്സണലായിട്ടുള്ള ആസ്പെക്റ്റാണ്. പക്ഷേ നമ്മളുടെ വർക്ക് വരുമ്പോൾ നമ്മളെല്ലാവരെയും നമ്മൾ കൺസിഡർ ചെയ്യാതെ പറ്റില്ല. അപ്പം നമുക്ക് അത്രയും ഫ്രീക്വൻസി ഇല്ലാത്ത നമ്മുടെ ഒരു കൊലീഗ് നമുക്ക് ആളുടെ അടുത്ത് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് നേരിട്ട് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇമെയിലിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതും നമുക്കൊരു സൗകര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഗ്രഡ്ജസ് കൂടുന്നില്ല അവിടെ. ഓക്കെ, മറ്റത് ഇപ്പം നമുക്കിഷ്ടമില്ലാത്തൊരാളാണ്, നമ്മൾ ഇഷ്ടമില്ലെങ്കിലും നമ്മൾ ആളെ സമീപിക്കുന്ന സമയത്ത് അത് പിന്നീടും ഒരുപാട് ഈഗോ ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട്
നമുക്കിപ്പോൾ ഇമെയിൽ ഒത്തിരിയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻസിന് ഒത്തിരിയധികം ഇമെയിൽ സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നും ഒരു വർക്ക് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർക്ക് ഗ്രൂപ്പുകൾ തമ്മിൽ ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇമെയിൽ സഹായിക്കുന്നുണ്ട്. അതാണ് വർക്ക് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ 8ാമത്തെ സിഗ്നിഫിക്കൻസ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഇപ്പം വേറെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇവൻറ്റോ പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നും സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് എംപ്ലോയീസ് ചേർന്ന് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പം ഈ പറയുന്ന സെലക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസിന് എല്ലായ്പ്പോഴും ചിലപ്പോൾ കണ്ടുമുട്ടിയെന്ന് വരില്ല, എല്ലായ്പ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ഒരു വർക്ക് ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഇത് ഫോം ചെയ്യാം. മൾട്ടിപ്പിൾ വർക്ക് ഗ്രൂപ്പ്സിന് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് തമ്മിൽ ഇമെയിലിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇല്ല, ഇപ്പോൾ നമുക്ക് വാട്സപ്പിലൊക്കെ ആണെങ്കിലും വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം അല്ലേ. പക്ഷേ ഇമെയിലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വർക്ക് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ തമ്മിൽ ഇമെയിലിൽ കൂടെ നേരിട്ട് കാണാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു സൗകര്യമാണ്. അപ്പോൾ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ കുറേ കൂടി ഇഫക്റ്റീവ് ആക്കാനും വർക്ക് ഗ്രൂപ്പ്സിന് കുറേ കൂടി ടൈം സ്പെൻഡ് ചെയ്യാതെ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇമെയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി ലാസ്റ്റ് പറയുന്ന ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ alternative means of physical documents. Email is not just an alternative means of communication but an alternative to exchange important physical documents. Communication between a company and their business clients or consumers can be used as proof in a court of law. അപ്പോൾ നമ്മളുടെ പേപ്പർ ഡോക്യുമെൻറ്റിനെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്കിപ്പോൾ ഇമെയിലിനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അതിന് നമുക്ക് ഒരു റിയൽ കമ്മ്യൂണിക്കേഷനായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട്, നമുക്കൊരു പ്രൂഫായിട്ട് ഈവൻ കോർട്ടിൽ വരെ നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ അതാണ് ഈ ഓൾട്ടർനേറ്റീവ് മീൻസ് ഓഫ് ഫിസിക്കൽ ഡോക്യുമെൻറ്റ്. ഒരിക്കലും നമുക്ക് ഇമെയിൽ ഒരു ഓൾട്ടർനേറ്റീവ്, ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇപ്പോൾ ഇമെയിലിനെയും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ കാണാറുണ്ട് പല കേസിനെ ആസ്പദമാക്കിയിട്ട്, ഇപ്പം ഒരു മേർഡർ നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേർഡറിനെ ആസ്പദമാക്കിയിട്ട് അതിൽ ഇൻവോൾവ് ചെയ്ത ആൾക്കാർ എവിടെയൊക്കെ ആരായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഇമെയിലൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഇമെയിൽസ് എല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ അതിന് ഈ മേർഡർ റിലേറ്റഡ് ആയിട്ടുള്ള വല്ല കമ്മ്യൂണിക്കേഷൻസൊക്കെ അതിലുണ്ടെങ്കിൽ അതൊക്കെ തെളിവുകളായിട്ട്, പ്രൂഫായിട്ട് കോർട്ടിൽ ഹാജരാക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ ഇമെയിൽ സപ്പോർട്ടീവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 9 സിഗ്നിഫിക്കൻസ് ആണ് നമ്മളുടെ ഇമെയിലിനെ കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് എന്തൊക്കെയായിരുന്നു? ആദ്യം വളരെ ഈസി ആൻഡ് ഫാസ്റ്റാണ്, പിന്നെ വളരെ ഈസി ആയിട്ട് റിട്രീവ് ചെയ്യുന്നതാണ്, നമുക്ക് ഇമെയിൽ എക്കണോമിക്കലാണ്, പിന്നെ മാർക്കറ്റിങ്ങിന് ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇമെയിൽ, പിന്നെ നമുക്ക് വളരെ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ആയിട്ട് ഇമെയിൽസ് അയക്കാം, പിന്നെ വളരെ സെക്യൂരിറ്റി ആസ്പെക്ട്സ് ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻസ്, അതാണ് എടുത്തു പറയുന്നൊരു കാര്യം. ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻസ് കുറേ കൂടി ഇഫക്റ്റീവായിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വർക്ക് ഗ്രൂപ്പ്സിന് അത് ഒത്തിരി സപ്പോർട്ടീവാണ്. പിന്നെ നമ്മളുടെ ഫിസിക്കൽ ഡോക്യുമെൻറ്റേഷനെ പോലെ തന്നെ ഇമെയിൽസിനെ നമുക്ക് റിയൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അത് നമ്മളുടെ കോർട്ടിലും പ്രൂഫായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ആസ്പെക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇമെയിലിൻ്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, ഇനി നമ്മൾ ഇമെയിൽ അയക്കുന്ന സമയത്ത് നമ്മൾ ഒഫീഷ്യലായിട്ടാണല്ലോ ബിസിനസ്സിൽ ഇമെയിൽസ് അയക്കുക, പേഴ്സണലി അല്ലല്ലോ. പേഴ്സണലി അയക്കുമ്പോൾ നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒഫീഷ്യലായിട്ട് നമ്മൾ ഇമെയിൽ അയക്കുന്ന സമയത്ത് നമ്മളുടെ ബിഹേവിയർ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ ഈ സിഗ്നിഫിക്കൻസ് മനസ്സിലായല്ലോ? ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അതെന്താണെന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. ഓക്കെ.